It's
താങ്ക് യു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഇവിടെ ഓർക്കസ്ട്ര വായിച്ച നമ്മുടെ കലാകാരന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്ന എ റഹ്മാന്റെ ഷോയിൽ വായിക്കാൻ ഭാഗ്യം കിട്ടിയത് ഒരേ ഒരാളാണ്, ശിവമണി. നമ്മുടെ ഇന്നത്തെ ജാസ് ഡ്രംസ് നമുക്ക് വേണ്ടി വായിച്ചത് ശിവമണിക്ക് എന്നാലും നല്ലൊരു കൈയടി കൊടുക്കണം. അതോടൊപ്പം മിസ്റ്റർ മഹേഷ് തബല, ഒപ്പം റിഥം മിസ്റ്റർ സനൂപ്, കീബോർഡ് മിസ്റ്റർ സൈനുൽ ആബിദ്, ഒപ്പം ബാലഭാസ്കർ, പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിനോടൊപ്പം പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ ലീഡ് ഗിറ്റാറിസ്റ്റ് മിസ്റ്റർ അഭിജിത്ത്. ഈ എല്ലാ കലാകാരന്മാർക്കും ഇവർക്കെല്ലാവർക്കും നിങ്ങൾ നല്ലൊരു കൈയടി നൽകണം. ഇന്നത്തെ നമ്മുടെ ഈ ഗായകർക്കും നിങ്ങൾക്കും ഇത്രയും അധികം ശബ്ദത്തില് അല്ലെങ്കിൽ സംഗീതത്തിൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാവാൻ കാരണം പിറകിൽ ഇവരാണ്. അവർക്കൊരിക്കൽ കൂടി നല്ലൊരു കൈയടി നൽകണം. താങ്ക് യു. FACയുടെ 47ാം വാർഷികാഘോഷത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ 3 വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാൻ പോവുകയാണ്. നമ്മുടെ നാട്ടുകാരനായ പ്രശസ്ത സംവിധായകൻ ശ്രീ രാമു കാര്യാട്ടിന്റെ പേരിൽ അവർക്ക് ഇന്ന് ഈ വേദിയിൽ ആദരം നൽകുന്നുണ്ട്. ആദ്യമായി മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ യുവജന ശ്രദ്ധ പിടിച്ചുപറ്റിയ ശ്രീ മാളവിക ബേൽസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാളവികയെ FACയുടെ 47ാം വാർഷികാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മാളവികയ്ക്ക് ഇന്നിവിടെ അവാർഡ് നൽകുന്നത് ശ്രീമതി ലസിക ടീച്ചറാണ്. ലസിക ടീച്ചറെ നമ്മുടെ മാളവികയ്ക്ക് അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ ശ്രീ ഫവാസ് KR ആണ് ഫലകം നൽകുന്നത്. ശ്രീ ഫവാസ് KRനെയും വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയ നടി മാളവിക വേൽസിന് അവാർഡ് നൽകുന്നത് ശ്രീമതി ലസിക ടീച്ചർ. ലസിക ടീച്ചർ ശ്രീ രാമു കാര്യാട്ട് അവരുടെ സ്മരണാർത്ഥം നൽകുന്ന ഈ അവാർഡ് മാളവികയ്ക്ക് നൽകുകയാണ്. മാളവികയ്ക്ക് ഫലകം നൽകുന്നത് ബഹുമാനായ ശ്രീ ഫവാസ് KR ആണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായും മാളവികയ്ക്ക് നമ്മോട് 2 വാക്ക് സംസാരിക്കാനുണ്ടാവും. മാളവിക പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ വന്നപ്പോൾ തന്നെ വളരെ എന്താ പറയാ, ജനക്കൂട്ടം കണ്ടപ്പോൾ ആകെ അന്താളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാ പ്രോഗ്രാംസും നന്നായി നടക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ചേറ്റുവ സ്വദേശികളെ കാണാൻ പറ്റിയതിന് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഫുൾ ക്രൗഡിൽ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞ ഒരു വലിയ ഭാഗ്യമാണ്. ഇവിടെ കിട്ടിയ പുരസ്കാരത്തെക്കാൾ ഏറെ ഭാഗ്യമാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് നൽകുന്നു. ഒപ്പം FACയുടെ ഈ 47th വാർഷികം നന്നായി ഇനിയും ഉയരങ്ങളിലേക്ക് FAC വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മാളവികയുടെ നെക്സ്റ്റ് പ്രൊജക്ട് ഏതാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഒന്ന് പറയാമോ? ഞാനിപ്പോൾ തമിഴില് 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അത് പൊങ്കലിന് റിലീസ് ആവുന്നുണ്ട്. എന്നെ സത്തം എന്താ നേരം എന്നാണ് ഒരു മൂവിയുടെ പേര്. പിന്നെ ഇപ്പം മലയാളത്തിൽ തന്നെ നോർണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫഹദിന്റെ ഒപ്പമാണ്. അപ്പോൾ അതും കം സൂൺ. താങ്ക് യു മാളവിക. തീർച്ചയായും വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ബീങ് വിത്ത് us. താങ്ക് യു ലസിക ടീച്ചർ. താങ്ക് യു. FACയുടെ 47ാം വാർഷികാഘോഷ വേദിയിലേക്ക് നമ്മൾ അടുത്തതായി ക്ഷണിക്കുന്നത് നമ്മുടെ രാമു കാര്യാട്ടിന്റെ പേരിൽ അവാർഡ് നൽകുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജയശ്രീ ശിവദാസ്. ഇടുക്കി ഗോൾഡ് എന്ന പുതിയ ചിത്രത്തിലൂടെ യുവജന ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. കൊച്ചു കലാകാരി ചെറുപ്പം മുതൽ തന്നെ ബാലനടിയായി വന്ന് നമ്മുടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ
ജയശ്രീ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശ്രീക്ക് അവാർഡ് നൽകുന്നതിനായി ശ്രീ KR സാംബശിവൻ അവർകളെയും ശ്രീ PH സലീം അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഫലകം നൽകുന്നതിനായി ശ്രീ PP ബഷീർ അവർകളെയും ശ്രീ ഹനീഫ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശ്രീക്ക് ശ്രീ രാമു കാര്യാട്ട് സ്മരണാർത്ഥം നൽകുന്ന അവാർഡ് നൽകുന്നത് ശ്രീ KR സാംബശിവൻ, PH സലീം, ശ്രീ PP ബഷീർ ആൻഡ് ശ്രീ ഹനീഫ അവർകൾ ചേർന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല അണ്ണാറ കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. ആ ഗാനത്തിലൂടെ തന്നെ വളരെ ജനശ്രദ്ധ നേടിയ കൊച്ചു കലാകാരിയാണ്. ജയശ്രീക്ക് ഫലകം നൽകുന്നത് ശ്രീ PP ബഷീർ, ശ്രീ ഹനീഫ അവർകളും ചേർന്നാണ്. തീർച്ചയായും ഈ കൊച്ചു കലാകാരിക്ക് നമ്മൾ നല്ലൊരു കൈയടി നൽകണം. നമ്മുടെ ചലച്ചിത്ര ലോകത്തിന്റെ പുത്തൻ വാഗ്ദാനമാണ്. ജയശ്രീ, എന്താണ് പറയാനുള്ളത് ഈ അവസ്ഥ? ഏവർക്കും നമസ്കാരം. ഇന്നിവിടെ ഇത്രയും ഒരു സദസ്സിന് മുന്നിൽ, ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. FACയുടെ ഈ 47ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് ഇത്രയും സദസ്സിന് മുന്നിൽ ഇങ്ങനെ ഒരു ഉപഹാരം വാങ്ങിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിലും എല്ലാത്തിനും FACയുടെ എല്ലാ സംഘാടകരോടും നന്ദി പറയുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. സപ്പോർട്ട് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും എല്ലാവർക്കും നന്ദി. ഒപ്പം എല്ലാവർക്കും ഈ FACക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജയശ്രീ, താങ്ക് യു വെരി മച്ച്. നമ്മൾ അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് FACയുടെ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നത്, നമുക്ക് അമല എന്ന് പറഞ്ഞാലാണ് ആളെ ശരിക്കും അറിയാം. വരദ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അമല കുടുംബ സദസ്സുകളുടെ പ്രിയ പുത്രിയാണ് അമല. അമലയായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വരദയാണ്. വരദ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വരദയെ സ്നേഹപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വരദയ്ക്ക് FACയുടെ ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനരായ ശ്രീ നിസാർ MU, ശ്രീ റിജീഷ് PK ആൻഡ് ഡോക്ടർ രാമചന്ദ്രൻ അവർ എന്നിവർ ചേർന്നാണ്. അവരെയും വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ശ്രീ നിസാർ MU, ശ്രീ റിജീഷ് PK ആൻഡ് ഡോക്ടർ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന FACയുടെ ഉപഹാരം വരദയ്ക്ക് അമലയ്ക്ക് സമർപ്പിക്കുകയാണ്. വരദയ്ക്ക് ഫലകം നൽകുന്നു ഡോക്ടർ രാമചന്ദ്രൻ അവർ. വരദ ഇനി ഞങ്ങൾ